വീട്ടിൽ നിന്നും കുറച്ച് ദൂരെ മാറിയാണ് തരകൻ്റെ 3 ഏക്കർ റബ്ബർ തോട്ടം. 1 ഏക്കറിൽ 200 മുതൽ 225 വരെ മരമാണുള്ളത്. 10 കിലോയ്ക്ക് മുകളിൽ ഷീറ്റ് സ്വാഭാവികമായും ലഭിക്കും. സമയക്കുറവ് മൂലം ഷീറ്റാക്കാതെ പാല് അതേപടി കൊടുക്കുകയാണ് തരകൻ ചെയ്യുക. അത് ചെറിയ നഷ്ടം വരുത്തുന്നുണ്ട്. എങ്കിലും ഒന്നരാടൻ പാലെടുക്കുന്ന റബ്ബർ തോട്ടത്തിൽ നിന്ന് ദിനംപ്രതി ശരാശരി 1000 രൂപ ഇദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. മലയാളി കർഷകർ വിമുഖത കാട്ടിപ്പോരുന്ന കൃഷിയാണ് പന. തൻ്റെ പുരയിടത്തിൽ മാനം മുട്ടി നിൽക്കുന്ന പനകൾ എന്നാൽ തരകൻ്റെ ഒരു പ്രധാന വരുമാന മാർഗമാണ്. ചെത്തുകാർ കള്ള് ചെത്തിയെടുത്തു കൊണ്ടുപോകുന്നു. ധാരാളം കള്ള് ലഭിക്കുന്നുണ്ട്. ആദായകരമായ ഈ കൃഷി ഉപേക്ഷിക്കുവാൻ തരകൻ തയ്യാറല്ല തന്നെ. അളന്നെടുത്താൽ 20 സെന്റ് പോലും വരില്ലാത്ത ചാലുകളിലാണ് തരകൻ മത്സ്യകൃഷി ചെയ്യുന്നത്. മറ്റു ജീവികളിൽ നിന്ന് ഇവയെ സംരക്ഷിക്കുവാനായി പാടത്തിന് ചുറ്റും വലകൾ കെട്ടിയടച്ചിരിക്കുന്നു. അതുവഴി ഒരു പൂച്ചക്കുട്ടിക്ക് പോലും ഉള്ളിൽ കടക്കുവാൻ കഴിയില്ല. വാനിലയ്ക്കും വാഴയ്ക്കുമായി മണ്ണെടുത്ത് കൂന കൂട്ടിയപ്പോൾ അവയ്ക്കിടയിലുണ്ടായ ചാലുകളിൽ മീൻ വളർത്താമെന്ന് തരകന് ആശയമുദിച്ചു. ടാങ്കുകൾ കെട്ടിക്കൊടുക്കാനുള്ള ചെലവും വരില്ല. മീൻ കുഞ്ഞുങ്ങൾക്ക് നിസ്സാര വിലയേയുള്ളൂ. ഇപ്പോൾ ഈ ചാലുകളിൽ വരാൽ, കാർപ്പ, റവു തുടങ്ങിയ വിവിധതരം മത്സ്യങ്ങൾ 100 കണക്കിന് വളരുന്നുണ്ട്. തീറ്റ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൂടുതലായിട്ടൊന്നും നൽകാറില്ല. അത് സ്വയമായിട്ട് വളർന്ന് അത് ഈ ചില മീനുകൾ തമ്മിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. തമ്മിൽ ജീവിക്കാൻ പറ്റുന്നവന് ജീവിക്കുക, അതിലെത്ര വളർച്ച കിട്ടും. ഇനിയിപ്പോൾ കൂടുതലായിട്ട് ചെയ്യണമെന്നുണ്ട്, മറ്റേ വ്യവസായ അടിസ്ഥാനത്തിൽ ചെയ്യണമെന്നുണ്ട്, കൊഞ്ച് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സ്വന്തം ആവശ്യത്തിന് വേണ്ടി തുടങ്ങിയതാണെങ്കിലും ഇപ്പോൾ മത്സ്യകൃഷി തരകന് അധിക വരുമാനമായി തുടങ്ങിയിട്ടുണ്ട്. പുറത്ത് വിൽക്കുവാനും സാധിക്കുന്നു. വ്യാവസായിക അടിസ്ഥാനത്തിൽ മത്സ്യകൃഷി ചെയ്യുന്നതിനെക്കുറിച്ച് വളരെ ഗൗരവമായി ചിന്തിച്ചു വരുന്നു ഇപ്പോൾ. വീതി കുറഞ്ഞ ചാലുകളിൽ നിന്നുള്ള മീൻപിടുത്തം രസകരമായ കാഴ്ചയാണെന്ന് തന്നെ പറയാം. ചെറിയ പ്ലാസ്റ്റിക് വലയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. മീൻ പിടിക്കുവാനായി 2 സഹായികളും തരകനൊപ്പമുണ്ടാകും. ചെളിവെള്ളത്തിലിറങ്ങി കാലിൻ്റെ പെരുവിരലിലും കൈകളിലുമായി വല വലിച്ചു പിടിച്ചുകൊണ്ടാണ് മുന്നേറുന്നത്. മറുകൈ കരയിൽ ഊന്നിക്കൊണ്ടാണ് ഒരേപോലെയുള്ള മുന്നേറ്റം. പിടികൊടുക്കാൻ മടിക്കുന്ന മത്സ്യങ്ങൾ കരയിലേക്കും അടുത്ത ചാലിലേക്കും ചാടിപ്പോകുവാൻ ശ്രമിക്കുന്നത് ഹരമുള്ള കാഴ്ച തന്നെയാണ്. കണ്ണിനിമ്പമേകുന്ന ഈ ചെറുമീനുകൾ വലയ്ക്കകത്താവുകയും ചെയ്യുന്നു. പൊരിച്ചും കറി വയ്ക്കപ്പെട്ടും ഇന്ന് തന്നെ ഊണുമേശമേൽ കയറിക്കൂടുന്ന ഈ മത്സ്യക്കുട്ടന്മാർ ഫ്രീസറിൽ വെച്ച് പഴകിയ മീൻ മാത്രം കഴിച്ച് ശീലിച്ച മലയാളിയെ അമ്പരപ്പിക്കുക തന്നെ ചെയ്യും. പുതുമയോടെ ലഭിക്കുന്നതിനാൽ ഈ ചെറു മത്സ്യങ്ങൾക്ക് ആവശ്യക്കാരും ഏറെയുണ്ട്. പതിമുഖം പോലുള്ള ഔഷധ ചെടികളും തരകന്റെ വീട്ടുവളപ്പിൽ ധാരാളം വളർന്നു വരുന്നുണ്ട്. അവയൊക്കെ ചേർത്ത് ഒരു ഔഷധ വനം തന്നെ തയ്യാറാക്കുന്നതിനെക്കുറിച്ച് ഇദ്ദേഹം ചിന്തിക്കുന്നു. താൻ ഉൾപ്പെട്ട കർഷകരുടെ വ്യഥകളുടെ ആഴം നന്നായി അറിയാവുന്ന ജനസേവകനാണ് തരകൻ. ഒരു മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനല്ലെങ്കിലും ആവുന്നത്ര സഹായം കർഷകർക്ക് ചെയ്തു കൊടുക്കുവാൻ ഇദ്ദേഹം സദാ സന്നദ്ധനാണ്. നാമമാത്രമായ ധനസഹായം പോലും കേരളത്തിലെ കർഷകർക്ക് വലിയ താങ്ങാണ്. പക്ഷേ അത് നേടിയെടുക്കുവാനായി അലയേണ്ടി വരുന്നതിനോട് തരകന് വിദ്വേഷമാണുള്ളത്. ജനനന്മയ്ക്കായുള്ള പദ്ധതികൾ കർഷകരിലേക്ക് എത്തിച്ചേരുകയാണ് വേണ്ടത്. ഇവിടെ സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ്. കർഷകർ പദ്ധതികൾക്കായി അലയുന്നു. അതിനെതിരെ ശബ്ദമുയർത്തുന്ന തരകൻ പക്ഷേ കൃഷിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നില്ല. കർഷകനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എത്ര രൂപ കിട്ടിയാലും 100 രൂപ കിട്ടിയാലും അതൊരു സഹായമായിട്ടാണ് കൂട്ടുന്നത്. പിന്നെ അതിൻ്റേതായ നടത്തിപ്പുകളിൽ കുറേ മാറ്റങ്ങൾ വരുത്തണം. മാറ്റങ്ങൾ വരുത്തി കർഷകനിപ്പോൾ ഒരു ദിവസത്തെ കൂലി കളഞ്ഞിട്ട് ചെല്ലാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒഴിവാക്കി നടത്തിപ്പിൽ കുറേ മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. 100% അർപ്പണബോധമുള്ള കർഷകന് ഒരിക്കലും പരാജയമുണ്ടാവില്ലെന്ന് ഇദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. പൊതുപ്രവർത്തനങ്ങൾക്കായി തരകൻ മാറി നിൽക്കുമ്പോൾ അമ്മയും ഭാര്യയുമാണ് കൃഷിക്കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. മകൾ ഹന്ന 10ാം തരം വിദ്യാർത്ഥിനിയാണ്. മകൻ മാത്യു 3ാം ക്ലാസ്സിലും.
വിഷചികിത്സയിൽ പ്രാവീണ്യമുണ്ടായിരുന്ന ഒരു തറവാടാണ് തരകൻ്റേത്. മുത്തച്ഛനും അച്ഛൻ്റെ ജ്യേഷ്ഠനുമൊക്കെ പേരുകേട്ട ചികിത്സകരായിരുന്നു. ഈ തറവാട്ടിൽ വന്ന് ജീവിതം തിരിച്ചു നേടി മടങ്ങിയവർ ധാരാളം. വിഷചികിത്സയുടെ വിധികൾ വ്യക്തമാക്കുന്ന പ്രാചീന ഓലക്കെട്ടുകൾ ഇപ്പോഴും തരകൻ്റെ കൈവശമുണ്ട്. അധ്വാനത്തിൻ്റെയും നേട്ടങ്ങളുടെയും ചാരിതാർത്ഥ്യം മുറ്റിയ ഈ മുഖങ്ങൾ മാതൃകാപരമായ കാർഷിക വൃത്തിയുടെ ശേഷിപ്പുകളാണ്. ആഠ്യത്വം നിറപറ പോലെ നിറയുന്ന തറവാടിനോടും മഴവന്നൂരിനോട് തന്നെയും യാത്ര പറഞ്ഞ് വീണ്ടും നഗരപാതയിലേക്ക്. സായം സന്ധ്യ കുങ്കുമം വിതറുവാൻ തയ്യാറെടുക്കുകയായിരുന്നു അപ്പോൾ. പച്ചപ്പുകളുടെ ഉൾവിളികൾ തേടിയുള്ള ഹരിതഭാരതത്തിൻ്റെ പ്രയാണം അവിരാമം തുടരുകയാണ്.